السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസായിലെ 87 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്നലെ വരെ മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തത്. എന്തായിരുന്നു 87-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കി തന്നത്? അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവേക്കാൾ സത്യസന്ധമായി സംസാരിക്കുന്നവൻ മറ്റാരുണ്ട് എന്നായിരുന്നു 87-ാമത്തെ ആയത്തിലൂടെ നാം അവസാനിപ്പിച്ചത്. ഇതിന്റെ തഫ്സീറിലേക്ക് നാം ഇന്നലെ കടന്നു. വിഷയം കപടവിശ്വാസികളെ കുറിച്ചാണെങ്കിലും തുടക്കം അള്ളാഹുവിന്റെ ഏകത്വവും പരലോകത്തെയും ഓർമ്മിച്ചുകൊണ്ടാണ്. മനുഷ്യർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തു തന്നെയായാലും അന്തിമമായ വിധി തീർപ്പ് കൽപ്പിക്കുന്നത് അള്ളാഹുവാണ്. പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. അതിനാൽ മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ് നാം അവസാനമായി പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അള്ളാഹ് 88-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എന്താണ് 88-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا. അപ്പോൾ 88-ാമത്തെ ആയത്താണ് നാം ഇപ്പോൾ കേട്ടത്. എന്താണ് 88-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത് അറിയുമോ? എന്നാൽ കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ട് കക്ഷികളാകാൻ നിങ്ങൾക്ക് എന്തു പറ്റി? അവർ സമ്പാദിച്ചുണ്ടാക്കിയ തിന്മകൾ കാരണം അള്ളാഹു അവരെ തലകീഴായി മറിച്ചിരിക്കുകയാണ്. അള്ളാഹു വഴിപിഴപ്പിച്ചവരെ നേർമാർഗത്തിലാക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. അതായത് സഹാബികൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ അള്ളാഹു ഇവിടെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിനെ തകർക്കാൻ നടക്കുന്ന കപടവിശ്വാസികളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായം പാടില്ല. അവർ ചെയ്ത വഞ്ചനയും തിന്മകളും കാരണം അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ സത്യത്തിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. മനഃപൂർവ്വം വഴിപിഴച്ചു പോയ അവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ അവരുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നിസാ സൂറത്തിലെ 88-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തതായി നമുക്ക് 89-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ് 89-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ودوا لو تكفرون كما كفروا فتكونون سواء فلا تتخذوا منهم أولياء حتى يهاجروا في سبيل الله فإن تولوا فخذوهم وقتلوهم حيث وجدتموهم ولا تتخذوا منهم وليا ولا نصيرا. അപ്പോൾ 89-ാമത്തെ ആയത്താണ് വിശദീകരിക്കുന്നത്. അവർ അവിശ്വാസികളായതുപോലെ നിങ്ങളും അവിശ്വാസികളാകാനും അങ്ങനെ നിങ്ങളെല്ലാവരും സമന്മാരാകാനുമാണ് അവർ കൊതിക്കുന്നത്. അതിനാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞ് ഹിജ്റ വരുന്നത് വരെ അവരിൽ നിന്ന് ആരെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത്. ഇനി അവർ ഹിജ്റക്ക് തയ്യാറാകാതെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവരെ വധിക്കുകയും ചെയ്യുക. അവരിൽ നിന്ന് യാതൊരു മിത്രത്തെയും സഹായിയെയും നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് 89-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി തരുന്നത്. വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. കപടവിശ്വാസികളുടെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. നിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളെയും അവരുടെ കൂടെ അവിശ്വാസികളാക്കണം. അതിനാൽ അവർ സത്യസന്ധമായി ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജ്റ വരുന്നത് വരെ അവരെ കൂട്ടുകാരായി സ്വീകരിക്കരുത്. എന്നാൽ അവർ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും വഞ്ചിക്കുകയും ചെയ്താൽ യുദ്ധക്കളത്തിൽ വെച്ച് അവരെ പിടികൂടാൻ
കൊല്ലാനും ശിക്ഷിക്കാനും അള്ളാഹു കൽപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇത് സാധാരണ കാലത്തുള്ളതല്ല, മുസ്ലിങ്ങളെ വഞ്ചിച്ച ശത്രുക്കളോടുള്ള യുദ്ധകാല നിയമമാണിത്. ഇനി ഇത് കണ്ടുകൊണ്ട് ചില ആളുകൾ കണ്ടോ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, മുസ്ലിങ്ങളെ കൊല്ലാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള വാക്കുകളുമായി വരരുത് എന്നാണ് പറയാനുള്ളത്. അടുത്തതായി നമുക്ക് 90-ാമത്തെ ആയത്തിലേക്കൊന്ന് പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ് 90-ാമത്തെ ആയത്ത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് അല്ലാഹു തആല 90-ാമത്തെ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്? കേട്ടു നോക്കുക. الذين يصلون إلى قوم بينكم وبينهم ميثاق أو جاءوكم حاصرت صدورهم أن يقاتلوكم أو يقاتلوا قومهم ولو شاء الله لسلطهم عليكم فلقاتلوكم فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله لكم عليهم سبيلا. അപ്പോൾ എന്താണ് 90-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്? എന്നാൽ നിങ്ങളുമായി സന്ധിയിലുള്ള ഏതെങ്കിലും ഒരു ജനതയുമായി ചെന്നു ചേരുന്നവർ ഇതിൽ നിന്ന് ഒഴിവാണ്. അല്ലെങ്കിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാനോ സ്വന്തം ജനതയോട് യുദ്ധം ചെയ്യാനോ മനസ്സ് വരാതെ വിഷമത്തോടെ നിങ്ങളുടെ അടുക്കൽ വരുന്നവരും ഒഴിവാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളുടെ മേൽ അധികാരം നൽകുമായിരുന്നു, എങ്കിൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു. അതിനാൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ മുമ്പാകെ സമാധാനം സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരായ യുദ്ധത്തിന് അള്ളാഹു നിങ്ങൾക്ക് യാതൊരു മാർഗവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് വിശദമാക്കുന്നത്. കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ സമാധാനകാംക്ഷ വ്യക്തമാക്കുന്ന വചനമാണിത്. കപടവിശ്വാസികളോ ശത്രുക്കളോ ആണെങ്കിൽ പോലും താഴെ പറയുന്ന വിഭാഗങ്ങളോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു കർശനമായി വിലക്കുന്നു. എന്താണ് ആദ്യത്തെ കാര്യം? മുസ്ലിമുകളുമായി സമാധാന കരാറിൽ ഏർപ്പെട്ട ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ കൂടെ അഭയം തേടിയവർ, ഇവർക്കെതിരെ ഒരിക്കലും നിങ്ങൾ യുദ്ധം ചെയ്യരുത്. മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനും താല്പര്യമില്ലാത്ത സ്വന്തം ജനതയോട് യുദ്ധം ചെയ്യാനും താല്പര്യമില്ലാതെ സമാധാനം ആഗ്രഹിക്കുന്നവർ, ഇവരോടും നിങ്ങൾ യുദ്ധം ചെയ്യരുത്. എന്താണ് ഇതിന്റെ ഗുണപാഠം? ശത്രുക്കൾ സമാധാനത്തിന് തയ്യാറായാൽ ഉടൻ തന്നെ മുസ്ലിങ്ങളും യുദ്ധം അവസാനിപ്പിക്കണം. അവരെ ഉപദ്രവിക്കാൻ അല്ലാഹു തആല അനുവാദം നൽകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഈ വചനങ്ങൾ അന്ധമായ ശത്രുതയല്ല പഠിപ്പിക്കുന്നത്. വഞ്ചകന്മാരെ തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കാൻ പറയുമ്പോൾ തന്നെ യുദ്ധത്തിന്റെ നടുവിലും സമാധാനവും സന്ധിയും ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകണമെന്ന ഉദാരമായ നയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പ്രത്യേക ഭാഗം ഇനിയും കൂടുതൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.